മാത്രം ആശ്രയിച്ച് കഴിയുന്നവരോട് എനിക്ക് ന്യായം കാണിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജോലി ചെയ്തേ മതിയോ? ഇഷ്ടികയ്ക്ക് മുകളിൽ ഇഷ്ടികകൾ കൊണ്ടാ മതില് പണിയുന്നത്. ആക്ഷേപത്തിന് മുകളിൽ ആക്ഷേപം കിട്ടിയാ അവന് എന്ത് ചെയ്യും? നീ രാഷ്ട്രീയത്തിൽ എത്തേണ്ടതായിരുന്നു പെങ്ങളെ. തിരക്കാണിച്ച് വെറുതെ അളിയന്റെ വൈഫായി പോയി. വീട്ടിലെ പൊളിറ്റിക്സിന്റെ ചക്രം തിരിക്കുന്നില്ലേ അളിയ? അതുപോലെ അമ്മമ്മയൊക്കെ വരുന്നുണ്ട്. ആവനെയും ശ്രീകർ ഇതുവരെ എത്തിയില്ലേ? നമ്മുടെ ഫാമിലിയില് ആവനെ എന്തിനാ ഓരോരോ ശല്യങ്ങള്? നമ്മുടെ വീട്ടിൽ അതിഥിയായിരിക്കുന്നിടത്തോളം നമ്മുടെ മര്യാദ നമ്മളാണ് കാണിക്കേണ്ടത്. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചെന്ന് കരുതി അവള് ചെയ്ത ഉപകാരങ്ങളൊന്നും മറന്നു പോകരുത്. ബാല്യന് വരില്ല. ശ്രീകർ, ആവനി, ഭക്ഷണം കഴിക്കാൻ വാ. നിങ്ങൾ ഇരുന്നോളൂ അമ്മേ. കേട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണോ? അതിഥിക്ക് ആശ്രയം കൊടുക്കുന്നതിനെ കൂടുതലാ. വിളിച്ച് കൊഞ്ചിക്കാനൊന്നും കഴിയില്ല. ആശ്രയത്തിൽ കഴിയുന്നവർക്കും ആത്മാഭിമാനം ഉണ്ടാവില്ല ഏട്ടാ. എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? വേറെന്താ, അമ്മമ്മ അനാവശ്യമായിട്ട് വഴക്ക് പറയുന്ന ചേട്ടൻ പറയുന്നേ. ആ കാര്യം ഒന്ന് ഒഴിവാക്കുന്നുണ്ടോ? ഇവിടെ വന്നിരിക്കുക. ഞാൻ തന്നെ എടുത്തോളാം. ആവന് വന്ന് വിളമ്പി തരണോ? എന്റെ ചേട്ടന് ഞാൻ വിളമ്പി തന്നാ കഴിക്കില്ലേ? അളിയന് വല്ലാതെ ശീലമായിട്ടുണ്ട്. അതും ആവണി സേവനത്തിന്. ഞാൻ എടുത്ത് കഴിച്ചോളാം. കഴിക്ക് ശ്രീകർ. അതിഥി കൺമുന്നിലില്ലെങ്കിൽ ഇറങ്ങില്ലായിരിക്കും. എല്ലാത്തിനും ആവനിയെ കുറ്റം പറയണ്ട എടുത്തി. ഇത്ര സീരിയസ് ആവുന്ന എന്തിനാ? നീ എന്നും ചെയ്യുന്ന കാര്യമല്ലേ ഞാനിപ്പോ പറഞ്ഞത്. സംസാരം നിർത്തി ഭക്ഷണം കഴിക്കേ. അവന് പിന്നീട് വന്ന് കഴിച്ചോളും. അമ്മേ, എനിക്കൊരു സംശയം. എന്താ? ആവനിയോട് ജോലി വിടാൻ പറയണമെന്ന് ശ്രീകറിനൊരു ഓർഡർ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നടക്കുമെന്ന് തോന്നുന്നുണ്ടോ?
നിങ്ങൾ വെറുതെ കുറെ ആജ്ഞകൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ പ്രജകൾ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ആ അവന് നിങ്ങളുടെ വാക്കിന് വില തരുന്നു എന്നുള്ള വിശ്വാസം എനിക്കൊരു ശതമാനം പോലും ഇല്ല അമ്മമ്മേ. വേദവതിയുടെ വാക്കിനെ ധിക്കരിച്ച ശിക്ഷ എങ്ങനെയാകുമെന്ന് നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അവന് തീർച്ചയായും ജോലി ഉപേക്ഷിച്ചിരിക്കും. അവനിയോട് സംസാരിച്ചോ ശ്രീകർ? സംസാരിച്ചോമ്മേ. എന്തു പറഞ്ഞു? എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങൾ പറയുന്നത് കേട്ടു. ജോലിയുടെ കാര്യത്തിൽ പക്ഷേ എന്റെ തീരുമാനം മാറില്ല. അവനിയോട് എനിക്കൊരു ബഹുമാനമുണ്ട് എന്ന് കരുതി അവള് കാരണം നമ്മുടെ വീടിന് എന്തെങ്കിലും ചീത്തപ്പേരുണ്ടായി കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാനാവില്ല. അവനെ നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനമായി തീർന്നു എന്നല്ലാതെ ഇന്നേ വരെ ഒരു ചീത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ലല്ലോ. ഗ്രാമോത്സവത്തില് മൂക്കുത്തി അന്വേഷിച്ച് അവള് കണ്ടുപിടിച്ചു. പ്രസാദവും അവള് തയ്യാറാക്കി. കള്ളന്റെ കയ്യിൽ നിന്നും അമ്മയെ അവള് സംരക്ഷിച്ചില്ലേ? പെണ്ണ് കാണലിന് കാവ്യയുടെ സ്ഥാനത്ത് ചെന്നിരുന്നു. പറയാനാണെങ്കിൽ ഒരുപാടില്ലേ അമ്മേ? നീ പറയുന്നത് ഭൂതകാലം, ഞാൻ ആലോചിക്കുന്നത് ഭാവികാലാണ്. ഞാൻ നിന്നോട് ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറ. അവനീ ജോലി ഉപേക്ഷിക്കാമെന്ന് പറഞ്ഞോ ഇല്ലയോ? അവനിക്ക് ഈ ജോലി ആവശ്യമുണ്ടെന്ന് പറയൂന്നല്ലാതെ ഉപേക്ഷിക്കില്ല എന്ന് പറയില്ല. ഏട്ടൻ ഒരിക്കലും പറയില്ല. അവനെ ഒഴിവാക്കാമെന്ന് പറഞ്ഞാലും ശ്രീകർ അതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതിനൊരു ലോജിക്കുണ്ട്. ലോജിക്കോ? എന്താ അത്? അതെന്താന്ന് വെച്ചാ ആ എനിക്ക് മനസ്സിലായി. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആവനി ഓഫീസില് അവന്റെ കണ്ണിന്റെ മുമ്പിൽ തന്നെ ഉണ്ടെങ്കിലേ അവന്റെ കണ്ണിന്റെ മുമ്പിൽ പൂത്തിരി കത്തുമല്ലോ. കറക്റ്റ് അല്ലേ സിസ്റ്ററെ? കറക്റ്റാ ചേട്ടാ. ആ ചോദിച്ചതിന് കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇവരുടെ നാക്കിന് അതിര് കാണില്ല. ജോലിയുടെ കാര്യത്തില് അവൾ എന്ത് തീരുമാനം എടുത്തെന്നുള്ളത് പറ. ഞാൻ പറഞ്ഞതുപോലെ നടന്നില്ലെങ്കിൽ അതിന്റെ ഫലം മറ്റൊന്നായിരിക്കും. അവനി 10 ദിവസം കൊണ്ട് ജോലി ഉപേക്ഷിക്കുമേ. അതെന്തിനാ 10 ദിവസം? ജോലിക്ക് ജോയിൻ ചെയ്യുമ്പോ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ അമ്മേ? പെട്ടെന്നത് നിർത്തിക്കഴിഞ്ഞാൽ ഓഫീസിലെ കാര്യം പ്രശ്നമാവും. അതുകൊണ്ട് 1-ാം തീയതി മുതൽ നിർത്തിക്കോളൂ അമ്മേ. ഈ 10 days അവളെ വിട്ടേക്ക്. ശരി, നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. 1-ാം തീയതി കഴിഞ്ഞ പിന്നെ അവൾ ഇവിടെ നിന്നും ജോലിക്ക് പോവാൻ പാടില്ല. ശരി അമ്മേ, ഞാൻ പറഞ്ഞു കൊടുത്തോളാം. ശ്രീകർ, അഥവാ നീ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ആവണിയുടെ ചേട്ടനോട് സംസാരിക്കേണ്ടി വരും.
എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഏട്ടന് നന്നായിട്ട് അറിയാം. കൂടാതെ ഞാനും അതിനെക്കുറിച്ച് അത്രയും പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് പോലും എന്നെ അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം എന്തിനാവും ഇങ്ങനെ ചെയ്തത്? ഹലോ ചേച്ചി, സുഖാണോ അവനി? ഞാൻ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. ചേച്ചിക്ക് സുഖാണോ? സൗമ്യ എന്തു പറയുന്നു? ഞങ്ങള് സുഖമായിട്ടിരിക്കുന്നു. അതിന്റെ കാരണം നീയാ മോളെ. നിന്റെ അളിയൻ ബാധ്യതകളും മറന്ന് ജീവിക്കുമ്പോഴും നിന്റെ ദയ കൊണ്ടാ, നീ തരുന്ന പൈസ കൊണ്ടായി ഈ കുടുംബം മുന്നോട്ട് പോകുന്നേ. അല്ലായിരുന്നെങ്കിൽ 4 വീട്ടിലെ ജോലി ചെയ്ത എനിക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് ഞാനും സൗമ്യയും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നേനെ. ഞങ്ങളുടെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ വിശേഷങ്ങൾ എന്താന്ന് പറ. വീട്ടിലെ അവസ്ഥയൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെ കുഴപ്പമൊന്നുമില്ല ചേച്ചി. നിന്റെ ശബ്ദത്തിലെ സന്തോഷം കേൾക്കുമ്പോഴാ എന്റെ മനസ്സിനൊരാശ്വാസം കിട്ടുന്നേ. ഇല്ലെങ്കിൽ എന്റെ നെഞ്ചിൽ മുഴുവൻ തീയാണ് അവനി. അതിനിവിടെ കുഴപ്പമൊന്നുമില്ല ചേച്ചി. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ സംസാരിക്കട്ടെ, എനിക്ക് സൗമ്യ, ചെറിയമ്മേ, പറ മോളെ. ഈ മാസത്തെ സ്കൂൾ ഫീസ് അടച്ചില്ല ചെറിയമ്മേ. അച്ഛനില്ലേ? എന്തിനാ അങ്ങനെ പറഞ്ഞേ? സത്യല്ലേ ഞാൻ പറഞ്ഞേ? മിണ്ടാതിരിക്ക സൗമ്യ. ചേച്ചി, ഹലോ. അവനി, നീ അവള് പറയുന്നതൊന്നും കാര്യമാക്കണ്ട. ഫീസിനുള്ള പൈസ ഞാൻ തന്നല്ലേ ചേച്ചി. എന്തെങ്കിലും അത്യാവശ്യത്തിന് ഉപയോഗിച്ചോ? അന്ന് നിന്റെ അളിയൻ നിന്റെ വീട്ടിലേക്ക് വന്നപ്പോ ഞാൻ തിരിച്ചു വിളിച്ചില്ലായിരുന്നോ? ആ സമയത്ത് അവന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ വേറൊരു വഴിയും എന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ പൈസ എടുത്ത് എനിക്ക് കൊടുക്കേണ്ടി വന്നു. ഫീസിന്റെ കാര്യത്തിൽ നീ ഒട്ടും ടെൻഷൻ ആവണ്ട. ഞാൻ താരകേശ്വറിന്റെ അടുത്തുനിന്ന് വാങ്ങിക്കൊടുത്തോളാം. നിങ്ങൾ ആരോടും ചോദിക്കണ്ട ചേച്ചി, ഞാനത് നോക്കിക്കോളാം. വലിയ വീട്ടിലെ കുട്ടിയാണിപ്പോ. എന്നിട്ടും നീ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടേണ്ടി വരുന്നു. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പ്രാണനുള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരാതെ നോക്കാൻ പറ്റണം എനിക്ക്. അതാ എന്റെ ആഗ്രഹം. ചക്കരേ, മുത്തേ. അവനി, നിന്റെ അളിയൻ വരുന്നുണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോളാം. തങ്കമേ. അവനിക്ക് ജോലിക്ക് പോണെന്ന് പറയുന്നു. അമ്മയോടാണെങ്കിൽ അടുത്ത 10 ദിവസത്തില് ജോലി നിർത്തിക്കോളാം എന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. 2 പേരുടെയും വാക്ക് പാലിക്കാൻ ഞാനിപ്പോ എന്താ ചെയ്യാ? ഈ വീട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥകളൊന്നും മാറിക്കിട്ടാൻ എന്തെങ്കിലും ഒരു വ്രതം നടത്തിയാലോ എന്ന് ആലോചിക്കുകയായിരുന്നു ചേട്ടാ ഞാൻ. പണിക്കരെ വിളിച്ചെന്ന് ചോദിക്കാം. നമസ്കാരം വേദവതി. നമസ്കാരം വേദവതി. നമസ്കാരം. എന്താ വിശേഷിച്ച്? നാളെ എന്റെ മരുമകളുടെ ഒരു ചടങ്ങുണ്ട്. നിങ്ങളുടെ മോള് വസന്ത എവിടെ? അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലൊരു ഫംഗ്ഷന് പോയതാ. കുടുംബസമേതം എല്ലാവരും വരണം. ഉറപ്പായിട്ടും. നിങ്ങളോട് ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് ഒരു കാര്യം ചോദിക്കട്ടെ? അതിനെന്താണെന്നേ, ചോദിച്ചോളൂ. ശ്രീകറിന് ഇനിയും കല്യാണമൊന്നും ആയില്ലേ? ഞങ്ങൾ ആഗ്രഹിക്കുന്ന ജാതകത്തിലുള്ളൊരു പെൺകുട്ടിയെ ഞങ്ങൾക്ക് കിട്ടണ്ടേ? ജാതകത്തിലെ വലിയ വീട്ടിലെ മരുമകളാകുന്നുണ്ട്. അത് സംഭവിച്ചു.
മരുമകളാണെന്ന് തെളിയിക്കാൻ പക്ഷെ എന്താ ഇത്രമാത്രം തടസ്സങ്ങള്? ശ്രീധരന് ഇപ്പോ കല്യാണപ്രായം ആയല്ലോ. പേര് മാറ്റിക്കഴിഞ്ഞ ജാതക ഫലങ്ങൾ മാറി ദോഷങ്ങൾ ഇല്ലാതാകുമെന്നല്ലേ? അങ്ങനത്തെ ശ്രമങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഇവിടെ തന്നെയുള്ള കാവ്യയായിട്ടുള്ള കല്യാണം നടത്തിക്കൂടെ? ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമില്ലേ, എന്റെ മകൾ ഉണ്ടായ ദിവസം പറഞ്ഞതാ. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അമ്മ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അതത്ര എളുപ്പമൊന്നുമല്ല. ശ്രീകരന്റെ കല്യാണം ഒരു പൂജയ്ക്ക് തുല്യമാണ്. എത്ര ദിവസമായാലും കാത്തിരിക്കാതെ വഴിയില്ല. ഇനി എത്ര കാലം കൂടി ഇങ്ങനെ തള്ളി നീക്കണം? ഞങ്ങളെ പ്രശ്നത്തിനൊരു പരിഹാരം എപ്പോഴാ ലഭിക്കുക? മൂത്തവർക്ക് കുട്ടികളായില്ലല്ലോ. ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങിയോ? എല്ലാം ആഗ്രഹിച്ചതുപോലെ നടന്നിരുന്നെങ്കിൽ ഈ സമയം എന്റെ വയറ്റിൽ ഞാനൊരു കുഞ്ഞിനെ ചുമന്നേനെ. വലിയ കുടുംബമല്ലേ, എന്തെങ്കിലുമൊക്കെ ശുഭകാര്യങ്ങൾ നടന്നാൽ നന്നായിരിക്കും. അത് പിന്നെ സമയാവുമ്പോ നടക്കേണ്ട കാര്യങ്ങള് നടക്കൂന്നല്ലേ? അങ്ങനെ എല്ലാ കാര്യവും സമയത്തിനും കാലത്തിനും വിട്ടുകൊടുക്കരുതമ്മേ. ഇവര് പറഞ്ഞ പോലെ എന്റെയും ഏട്ടന്റെയും കല്യാണം നടത്തി തന്ന 3 മാസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിലൊരു ശുഭകാര്യം നടക്കും. കേട്ടില്ലേ കേട്ടില്ലേ? ഭാരതി, എന്നാ പിന്നെ നിങ്ങൾ ഇറങ്ങിക്കോളൂ. ഉറപ്പായും വരണേ, ഞങ്ങൾ ഇറങ്ങും. ശരി, ഇറങ്ങട്ടെ. ശരി ശരി. ആ. അവര് ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. നീ വിഷമിക്കൊന്നും വേണ്ട. അമ്മേ, 10 ദിവസം കൊണ്ട് ശ്രീകർ ആവനിയെ കൊണ്ട് ആ ജോലി നിർത്തിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിനക്കെന്താ ബുദ്ധിയില്ലേ? സിസ്റ്റർ ഇപ്പൊ എന്ത് ചോദിച്ചിട്ടാ ഇത്രയ്ക്ക് സീരിയസ് ആയിക്കൊണ്ടിരിക്കുന്നത്? വന്നവര് ചോദിച്ച ചോദ്യങ്ങളും നീ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുള്ളതാണോ? അവര് പറഞ്ഞതുമായിട്ട് എനിക്കെന്ത് ബന്ധം? എന്റെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം ആദ്യം ഉണ്ടായത് നീ കാരണം മാത്ര. ഞാൻ കാരണോ? അതെ. ചേച്ചി എന്താ ചെയ്തേ? എന്റെ മകന്റെ അത്യാഗ്രഹത്തെ മുതലെടുത്തിട്ട് എളുപ്പത്തിൽ എന്റെ വീട്ടിലെ മരുമകളായി. നിനക്കാണെ കുട്ടികളുമില്ല. ഇവളാണെങ്കിൽ വിവാഹം കഴിച്ച് ഇവിടുന്ന് പോവാൻ ഉദ്ദേശമില്ല. ഞാൻ ഇനി എത്ര കാലം ഭാരം ചുമക്കണം? ആവനി കാരണം എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. നീ കാരണം എനിക്കിങ്ങനെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാരണം ഞങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. എപ്പോ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഒന്ന് കേറിപ്പോ. വിഷമിക്കണ്ട വേദ. എന്താ ചെയ്യുന്നേ? ഷെയർസ് ചെക്ക് ചെയ്തോണ്ടിരിക്കാം. എപ്പോ നോക്കിയാലും ഇത് തന്നെയാണോ പണി? വന്ന് ഈ ലാപ്ടോപ്പ് നിങ്ങളുടെ ഭാര്യയെ പോലെ ആയിട്ടുണ്ട്. എന്താ ഇപ്പൊ ഉണ്ടായേ? നിങ്ങളുടെ അമ്മ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ലേ? എന്തു പറഞ്ഞു? നിങ്ങൾ എന്നെ പ്രേമിച്ച കാലത്ത് നിങ്ങളുടെ വീട്ടിലെ ആചാരങ്ങളെ കുറിച്ചും ജാതകത്തിനെ കുറിച്ചും എനിക്കറിയോ? ഞങ്ങളുടെ പൈസ ആഗ്രഹിച്ച് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് എന്റെ തെറ്റാണോ? എന്റെ ഭംഗി കുറഞ്ഞു പോവെന്നോ ഇല്ലാതാകുമെന്നോ കരുതി കുട്ടികളെ വേണ്ടെന്ന് വെച്ചതൊന്നും അല്ലല്ലോ. എപ്പോ നോക്കിയാലും എന്റെ നെഞ്ചത്ത് കയറും. മറുത്തൊന്നും പറയുന്നില്ലെന്ന് കരുതി എന്തും പറയാവുന്നാണോ? ശരിക്കും ഈ ടോപ്പിക് എങ്ങനെ ഉണ്ടായത്? അവന് ജോലി ഉപേക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോ വായി തോന്നിയ പോലെയാ സംസാരിച്ചത്. തെറ്റ് നിന്റെ തന്നെയല്ലേ? എന്താ? ആവനിയെ കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞു. അമ്മ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നില്ലേ? ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞാ അതിന്റെ റിസൾട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് നമ്മുടെ ഒരു ലൈഫില്ലേ, നമുക്ക് നമ്മളെ കുറിച്ചൊന്ന് ആലോചിച്ചുകൂടെ? ആവനിയുടെ കാര്യം നീ വിട്. അമ്മയെ നല്ലോണം സപ്പോർട്ട് ചെയ്തോ, ഭാര്യയെ മാത്രം സപ്പോർട്ട് ചെയ്യരുത്. അയ്യോ, നീ ചെയ്തു കൂട്ടിയനല്ലേ വഴക്ക് കേട്ടെ. ഇവിടെ വന്ന് എന്നോട് കേൾക്കുന്ന എന്തിനാ? ഭർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാ അമ്മായി അമ്മയോട് പോയി ചോദ്യം ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചത് എന്റെ മാത്രം തെറ്റാ. നോക്ക്, ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ശീലമായിട്ടല്ലേ. വീട്ടിലുണ്ടെങ്കിൽ ഭ്രാന്ത് പിടിപ്പിച്ചോണ്ടിരിക്കും. ഞാൻ ഓഫീസിൽ പോകുന്നത് തന്നെയാ നല്ലത്. ഇങ്ങേറെ തലയിൽ എപ്പോഴും ഈ ഷെയർ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം മറ്റൊന്നായിരിക്കും.
ജാതകം എന്നൊരു വലിയ കണ്ടീഷൻ ഉണ്ടെന്ന് ആവനി അറിഞ്ഞു കഴിഞ്ഞാ സഹിക്കില്ല അവള്. ആവനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ നിന്നെ പോലെ ഒരു പാപി വേറെ ഉണ്ടാവില്ല. അവന് 10 ദിവസത്തില് ജോലി ഉപേക്ഷിക്കും അമ്മേ.